alike. We warmly welcome her to this special occasion. Let me have the privilege to invite Sister Janet, the chief guest of today's program, to address the gathering. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യം തന്നെ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഫരീദാബാദ് മലയാളി ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ സംയുക്ത ആഘോഷമാണിത്. ഇവിടെ ഞാൻ കാണുന്നത് സ്നേഹത്തിൻ്റെ സമ്മേളനമാണ്, അച്ചടക്കത്തിൻ്റെ സമ്മേളനമാണ്. ഇത് രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമാണ്. ചെറുപ്പം മുതലേ നാമൊക്കെ പലതരത്തിലുള്ള കഥകൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും പരിചിതരായ കഥാപാത്രങ്ങളാണ് അക്ബറും ബീർബലും. അക്ബറിൻ്റെയും ബീർബലിൻ്റെയും കഥയിൽ ഇന്നത്തെ ദിനത്തോട് ചേർത്ത് പിടിക്കാനാവുന്ന ഒരു ചെറിയ കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരിക്കൽ അക്ബർ ബീർബലിനോട് ചോദിച്ചു, ദൈവം മനുഷ്യനായൊരു കഥയുണ്ട്, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ഒരു കഥ. ബീർബൽ, തൻ്റെ അഭിപ്രായം എന്താണ്? ഒരു വാക്കുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ എന്തേ തൻ്റെ പുത്രനെ അയക്കേണ്ടി വന്നു? ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ മാലാഖവൃന്ദത്തെ അയച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ബീർബൽ ഒരൽപ്പം മൗനം പാലിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്കൊരൽപ്പം സമയം തരണം. പിന്നീട് മറ്റൊരു ദിവസം അക്ബറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ബീർബലിനും ചേർന്ന് ഒരു ബോട്ട് യാത്ര നടത്തുന്നു. വളരെ ഉല്ലാസപൂർവം നടത്തുന്ന ആ ബോട്ട് യാത്രയിൽ ബീർബൽ ഒരു കാര്യം ചെയ്തു. അക്ബറിൻ്റെ ബാലനായ മകനെ ആ നദിയുടെ നടുവിലേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് ബോട്ടിൽ ആകെ ഒരു സംഘർഷം. അക്ബർ കലിപൂണ്ടു. ബീർബൽ വിളിച്ചു പറഞ്ഞു, ഈ മകനെ ആരും അനങ്ങിയില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അക്ബർ നദിയിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷിച്ച് ബോട്ടിലേക്ക് കടന്നു വന്നു. മകനെ തൻ്റെ ഭാര്യയ്ക്ക് ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി ബീർബലിനെ വെട്ടാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ തടുത്തുകൊണ്ട് ബീർബൽ അപേക്ഷിച്ചു, പ്രഭു, എനിക്കൊരു നിമിഷം തരണം. അങ്ങ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. അങ്ങയുടെ മകനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ പലരും രക്ഷിക്കുവാൻ വേണ്ടി ഒച്ചവെച്ചു. ഞാൻ പോലും പറഞ്ഞു ഈ മകനെ രക്ഷിക്കണമെന്ന്. പക്ഷേ പെട്ടെന്നാരും പ്രതികരിച്ചില്ല.
ആരും പ്രതികരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് നദിയിലേക്ക് ചാടി ആ മകനെ രക്ഷിച്ച് ഇവിടേക്ക് കടന്നു വന്നു. പ്രഭു, എന്താണ് കാരണം? അക്ബറിന് മനസ്സിലായി, തൻ്റെ പുത്രനോടുള്ള അതുല്യമായ സ്നേഹമാണ് അക്ബറിനെ നദിയിലേക്ക് ചാടാൻ, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി മകനെ രക്ഷിക്കുവാൻ അക്ബറിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന് മകനോടുള്ള സ്നേഹമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹത്തിൻ്റെ വലിയ കഥയാണ് ക്രിസ്തുമസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ ദൈവം സ്നേഹിച്ചതിൻ്റെ കഥയാണ് ക്രിസ്തുമസ്. മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം എന്നെയും നിന്നെയും സ്നേഹിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവസമാണ് ക്രിസ്തുമസ്. അത് മറ്റാരെ കൊണ്ടുമല്ല, സ്വന്തം ജീവൻ നൽകി സ്വന്തം മകനെ നൽകിക്കൊണ്ടത് ദൈവം തെളിയിച്ചു തന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാമും ഇന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അത് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ദൈവം നമുക്ക് മുമ്പിൽ പ്രകടമാക്കി എന്നുള്ളതാണ്. ഈ സ്നേഹത്തിൻ്റെ കഥയാണ് സുവിശേഷം മുഴുവനിലും നാം കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്കറിയാം. അത് സഹിച്ചുകൊണ്ടുള്ള സ്നേഹമായിരുന്നു, അത് ക്ഷമിച്ചുകൊണ്ടുള്ള സ്നേഹമായിരുന്നു, അത് ജീവൻ കൊടുത്തുകൊണ്ടുള്ള സ്നേഹമായിരുന്നു. ഒരുപക്ഷേ ഇന്ന് ഈ സ്നേഹത്തെ നാം അനുസ്മരിക്കുമ്പോൾ പലപ്പോഴും ഒരാഘോഷമായി നമുക്ക് ക്രിസ്തുമസ് അവസാനിക്കാറുണ്ട്. ക്രിസ്തുമസ് ഒരു ആഘോഷമല്ല, ഒരനുഭവമായി മാറുമ്പോഴാണ് നമ്മുടെ ഈ ഗ്യാതറിങ്ങിനൊക്കെ ഒരർത്ഥമുണ്ടാകുന്നത്. നമുക്കറിയാം, മനുഷ്യൻ ഒന്നാമതായി ആഗ്രഹിക്കുന്നത് അത് സ്നേഹം തന്നെയാണ്. ആർക്കും അതിനെ നിരസിക്കാൻ കഴിയില്ല. സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് ലഭിച്ച ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ രാപകൽ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നത് അവർ സ്നേഹിക്കപ്പെടുന്നു എന്ന ഒരു ഫീലിംഗ് ആണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന യഥാർത്ഥമായ ഒരു ഫീലിംഗ് ഉള്ളിടത്ത് മാത്രമേ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹവും അതുപോലെ ആദരവും ലഭിക്കുകയുള്ളൂ. അതുപോലെ മക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുമ്പോഴാണ്, നിങ്ങളുടെ സ്നേഹം അവർക്ക് ലഭിക്കുമ്പോഴാണ്, അത് ഫീൽ ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിനും ഒരർത്ഥമുള്ളത്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ഒരു അനുഭവിപ്പിക്കലാണ്. ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം അപരന് പകർന്നു കൊടുക്കുമ്പോഴാണ് നാമും മറ്റുള്ളവർക്ക് ക്രിസ്തുമസായി മാറുന്നത്. അനേകം വർഷങ്ങളായി നാമെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഏതാണ്ട് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ജനതയുണ്ടായിരുന്നു, യഹൂദ ജനത. അവരുടെ പ്രതീക്ഷകൾക്ക് ഉത്തരമായി യേശുക്രിസ്തുവിനെ നാം കാണുമ്പോൾ അതിനു മുമ്പേ രക്ഷകനെ പ്രതീക്ഷിച്ച ചരിത്രങ്ങളുണ്ട്. ചൈനയിൽ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വലിയൊരു ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ അനലക്സ് എന്ന ബുക്കിൽ ഇങ്ങനെ പറയുന്നു: വരാനിരിക്കുന്ന ഒരു രക്ഷകൻ, അറിവിൻ്റെ ഒരു മഹാൻ, അദ്ദേഹം ചൈനക്കാരനായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളെല്ലാം കോർത്തിണക്കി വായിക്കുമ്പോൾ അവസാനം ചെന്ന് നിൽക്കുന്നത് ആ മഹാനായ വ്യക്തി യേശുക്രിസ്തുവാണ്. അതുപോലെ നമുക്കേവർക്കും പരിചിതനാണ് ഗ്രീക്കുകാരനായ പ്ലേറ്റോ. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന ബുക്കിൽ
അദ്ദേഹവും ഇങ്ങനെ പറയുന്നുണ്ട്, ചരിത്രത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു പുരുഷന്റെ വരവിനെ കുറിച്ച്. അദ്ദേഹം ഗ്രീക്കുകാരനായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വിവരണവും അവസാനം എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂവണിയുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്. അതുപോലെ വലിയൊരു ചരിത്രകാരനായിരുന്നു ടാസിറ്റസ്. റോമാക്കാരനായ അദ്ദേഹം തൻ്റെ ബുക്കിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വലിയൊരു മഹാനെ നാം കാത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അടിമത്തത്തെ ഇല്ലാതാക്കുവാൻ ഒരടിമയായി അടിമ സമൂഹത്തിൽ നിന്നും വലിയൊരു ജനതയെ അവിടെ നിന്നും ഉയർത്തിയെടുക്കുന്ന, ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു നേതാവ് ഇവിടെ ഉദയം ചെയ്യും. അദ്ദേഹത്തിൻ്റെയും പ്രവചനങ്ങൾ അവസാനിക്കുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്. നമുക്കറിയാം, AD എന്നും BC എന്നും പറഞ്ഞ് ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അനേകായിരങ്ങളുടെ പ്രതീക്ഷകൾക്ക്, സ്വപ്നങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് നൽകിയത് സമാധാനമായിരുന്നു. ക്രിസ്തുവിൻ്റെ ജന്മം, ക്രിസ്തുവിൻ്റെ കടന്നുവരവ് ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. നമുക്കറിയാം, പാശ്ചാത്യ പാരമ്പര്യത്തിൽ ദൈവത്തെ തേടി നടക്കുന്ന മനുഷ്യരെയാണ് കണ്ടുമുട്ടുന്നത്. ദൈവത്തെ തേടി തേടി അവസാനം ദൈവത്തിൽ എത്താൻ ആഗ്രഹിച്ചവർ. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി അതിനൊരു മാറ്റം വന്നു. ദൈവം മനുഷ്യനെ തേടി വന്ന കഥ. അതെ, നമ്മുടെ ദൈവം നമ്മെ തേടി നമ്മോടൊപ്പമാകാൻ നമ്മിലേക്ക് ഇറങ്ങി വന്ന കഥ. മനുഷ്യനെ പേടിപ്പിച്ച് ക്രൂരമായി അവനോട് പെരുമാറുന്ന ഒരു മനുഷ്യന്റെ ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ച മറ്റൊരു കഥ. ഇവിടെ നമുക്കറിയാം, യേശുനാഥന്റെ വരവോടുകൂടി ദൈവസങ്കല്പത്തിന് വന്ന വലിയൊരു മാറ്റം. ഒരു അപ്പനായി ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത് ക്രിസ്തുനാഥനാണ്. ആ ഒരു വലിയ ചിന്ത നമുക്ക് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലും കാണാൻ സാധിക്കും. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ആ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ നയിച്ചെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഹൈന്ദവ സഹോദരരും അയ്യപ്പ, ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു അപ്പൻ സങ്കല്പത്തിലേക്ക് ലോക ജനത കടന്നു വരികയാണ്. ക്ഷമയുടെ ഒരു പുതിയൊരു മുഖം, സ്നേഹത്തിൻ്റെ പുതിയൊരു മുഖം ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചു തന്നപ്പോൾ നമുക്കറിയാം, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന പുരാതന നിയമത്തെ മാറ്റിമറിച്ച് അവിടെ ക്ഷമയുടെ വലിയൊരു സുവിശേഷം പ്രസംഗിച്ച ക്രിസ്തുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവരോട് ക്ഷമിച്ചുകൊണ്ട് ക്ഷമയുടെ സുവിശേഷം ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ച ക്രിസ്തുനാഥൻ. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് നൊമ്പരങ്ങളാക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പക, അതുപോലെ ശത്രുതയുടെ വലിയ മതിലുകൾ ഉയർത്തുന്ന നമുക്ക് ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈ ക്ഷമയുടെ സുവിശേഷമാണ്. ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോൾ ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെ അനുഭവമാണ്. ക്ഷമിക്കണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല, വലിയ മനുഷ്യർക്കേ സാധിക്കൂ. ക്ഷമിച്ച് സ്നേഹിക്കുന്നതിൻ്റെ ഫലം ക്രൂശിതനായ ക്രിസ്തുവിലാണ് എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രിസ്തുമസ് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അത് പ്രതീക്ഷയാണ്. മെസ്സേജ് ഓഫ് ഹോപ്പ്. എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു ജീവിതമാണ്. അതുകൊണ്ട് നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അനേകായിരം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്
അവിടുന്ന് കടന്നുപോയി. അതിൽ കൂടുതലും രോഗികളെ സുഖമാക്കുന്നതും അതുപോലെ പാപികൾക്കും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും സമാധാനം നൽകുന്നതുമായിരുന്നു യേശു പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളും. രോഗികളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അവനെ സുഖമാക്കിയപ്പോൾ അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും അവൻ സമാധാനം നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഇന്നും സമാധാനത്തിൻ്റെ സുവിശേഷമായി ലോകം ചിത്രീകരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച മറ്റൊരു മഹാനായിരുന്നു ബുദ്ധൻ. അദ്ദേഹത്തെ ലോകജനത വിളിക്കുന്നത് ലൈറ്റ് ഓഫ് ഏഷ്യ എന്നാണ്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അംഗീകരിച്ച മറ്റൊരു വെളിച്ചമായിരുന്നു യേശുക്രിസ്തു. എനിക്ക് മുമ്പ് അച്ഛൻ പ്രസംഗിച്ചതും അതായിരുന്നു. ആ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ലോകത്തിന്റെ മുഴുവൻ പ്രകാശമാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ജീവൻ നൽകുവാൻ, എല്ലാവർക്കും വെളിച്ചം നൽകുവാൻ അവൻ തൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചു, കത്തിച്ചു വെച്ചു. ആ പ്രകാശമായി നീ മാറണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന ഓരോ ക്രിസ്തുമസ് നക്ഷത്രവും. ക്രിസ്തുമസിന് ആദ്യം ചെയ്യുന്നത് നമുക്കറിയാം, നക്ഷത്രം തൂക്കുകയാണ്. ക്രിസ്തുമസിന് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പള്ളികളിലും അതുപോലെ വീട്ടിലുമൊക്കെ ഈ ക്രിസ്തുമസ് നക്ഷത്രം തൂക്കുന്ന ആ ചടങ്ങ് നടത്തി. ഞങ്ങളുടെ ഇടവകയിലും നടത്തി. ഞങ്ങളുടെ കൈക്കാരൻ ഒരു ദിവസം ആരും കുർബാനയ്ക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഞങ്ങളുടെ ചെറിയ ചാപ്പലിന് മുമ്പിൽ ഒരു നക്ഷത്രമൊക്കെ തൂക്കി. പിറ്റേ ദിവസം വളരെ സന്തോഷവാനായി ഞങ്ങൾ കാണുകയാണ്. എന്ത്? ഈ ക്രിസ്തുമസ് നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്നു, നീ മറ്റൊരു ക്രിസ്തുവാകണം. എന്തിന്? നക്ഷത്രം നയിച്ചത് ക്രിസ്തുവിലേക്കാണ്. എവിടെ ഒരു നക്ഷത്രം തൂക്കുന്നുവോ അവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മെ ഇത് അനുസ്മരിപ്പിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമാകാൻ, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ക്രിസ്തുമസ് നക്ഷത്രം നൽകുന്നതെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള വലിയ അനുഭവം, അതാണല്ലോ യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേലിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മറ്റൊരു സാന്നിധ്യമായിട്ടാണ് മാറുന്നത്. നിന്റെ കൂടെ ഞാനുണ്ട്. ആര് തള്ളിക്കളഞ്ഞാലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് എമ്മാനുവേൽ നമുക്ക് നൽകുന്നത്. എലീസ്റ്റസ് ക്ലീസസ് തൻ്റെ നൈറ്റ്സ് എന്ന കഥയിൽ മനോഹരമായ എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട്. നാസി പട്ടാളക്കാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുന്ന ഒരു പിഞ്ചു ബാലൻ, ബാലൻ എന്ന് പറയാൻ പോലുമില്ല, 1 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അതിനെ തൂക്കിലേറ്റാൻ ശ്രമിക്കുകയാണ്. ഭാരമില്ലാത്തതിനാൽ കുഞ്ഞ് കിടന്ന് പിടയുകയാണ്. കുഞ്ഞിന്റെ പിടച്ചിലും കരച്ചിലും കേട്ട് തൊട്ടടുത്ത് നിന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു, ദൈവം എവിടെ? ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ഇതിനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുന്നില്ലേ എന്ന്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന മറ്റൊരു വിശ്വാസി പറയുകയാണ്, സഹോദര, ആ കുഞ്ഞിനോടൊപ്പം പിടയുന്ന നമ്മുടെ ദൈവത്തെ നീ കാണുന്നില്ലേ? ആ കുഞ്ഞിനോടൊപ്പം അവന്റെ കരച്ചിലിനോടൊപ്പം ചേർന്ന് നിന്ന് പിടയുന്ന കരയുന്ന ദൈവത്തെ നീ കാണുന്നില്ലേ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. നമ്മുടെ കരച്ചിലിന്റെ നടുവിലും നമ്മുടെ സഹനത്തിന്റെ നടുവിലും നമ്മെ ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ ഈ ക്രിസ്തുമസ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. എപ്പോഴും ഗ്രൂപ്പിലായിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്.
നമ്മുടെ വ്യക്തി ജീവിതത്തിലും പല സമയത്തും നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് ചിലപ്പോൾ കഠിനമായ വേദന തോന്നാം. ആ വേദനയുടെ നടുവിലായിരിക്കാം പലരും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. ഓർക്കുക, എൻ്റെ വേദനയുടെ നടുവിൽ, എൻ്റെ ഇല്ലായ്മയുടെ, എൻ്റെ തകർച്ചയുടെ നടുവിൽ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. അവനാണ് എന്നെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു, എമ്മാനുവേൽ. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ ചിറകുകൾ തളരുമ്പോൾ എൻ്റെ ചിറകുകൾക്ക് ശക്തി പകരുന്ന ശക്തനായ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യത്തിൽ ജീവിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ക്രിസ്തുമസ് മറ്റൊരു വിളി കൂടി നമുക്ക് നൽകുന്നുണ്ട്. അത് പങ്കുവയ്ക്കലിൻ്റെ വിളിയാണ്. തൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയ ഒരു ശിഷ്യൻ ഗുരുവിനോട് യാത്ര പറഞ്ഞ് നീങ്ങുകയാണ്. അപ്പോൾ ആ ശിഷ്യനെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് സ്നേഹം? പല സ്ഥലത്തും വ്യക്തികളോടും അന്വേഷിക്കുകയാണ്. സൂര്യനോട് ചോദിച്ചു, എന്താണ് സ്നേഹം? സൂര്യൻ പറഞ്ഞു, സ്നേഹമെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കായി ചൂടും വെളിച്ചവും നൽകുന്നതാണ്. പിന്നീട് അദ്ദേഹം ഒരു മെഴുകുതിരിയോട് ചോദിച്ചു, എന്താണ് സ്നേഹം? മെഴുകുതിരി പഠിപ്പിച്ചു, മറ്റുള്ളവർക്കായി ഉരുകിത്തീരുന്നതാണ് സ്നേഹം. അദ്ദേഹം ഭക്ഷണമേശയിൽ ഉപ്പിനോട് ചോദിച്ചു, എന്താണ് സ്നേഹം? ഉപ്പ് പറഞ്ഞു കൊടുത്തു മറ്റുള്ളവർക്ക് സ്വാദ് നൽകുന്നതാണ് സ്നേഹം. പിന്നീട് തേനീച്ചക്കൂട്ടം, അതിലൊരു തേനീച്ചയോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് സ്നേഹം? തേനീച്ച പറഞ്ഞു, മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നതാണ് സ്നേഹം. അങ്ങനെ നടന്ന് അദ്ദേഹം ഒരു മരത്തണലിൽ ഇരിക്കുമ്പോൾ ആ മരത്തിനോട് ചോദിച്ചു, എന്താണ് സ്നേഹം? അപ്പോൾ മരം പറഞ്ഞു, മറ്റുള്ളവർക്ക് തണൽ നൽകുന്നതാണ്, ഇരിക്കാൻ ഒരിടം നൽകുന്നതാണ് സ്നേഹം. അങ്ങനെ ആ മരത്തണലിലിരുന്ന് ഈ ഉത്തരങ്ങൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പള്ളിമണി മുഴങ്ങി. അദ്ദേഹം ആ മണിനാദം കേട്ട പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്നത്